സോഷ്യൽ മീഡിയ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. ഓൺലൈൻ സുരക്ഷയുടെ പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായി ഒരു നേർക്കുനേർ പോരാട്ടത്തിലാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ സർക്കാർ. ഈ പോരാട്ടത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്ന, ചിലപ്പോൾ സൈബർ ലോകത്തിന്റെ പോലീസ് മേധാവി എന്നുപോലും, സൈബർ വാറിയർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വനിത. സോഷ്യൽ മീഡിയ ലോകത്തെ വൻകിട കമ്പനികൾ എന്താണ് അവരുടെ അകത്തളങ്ങളിൽ ഒളിപ്പിക്കുന്നത്? ലാഭക്കൊതിക്ക് വേണ്ടി അവർ പൊതുജനങ്ങളുടെ സുരക്ഷയെ തള്ളിക്കളയുകയാണോ? ഈ ചോദ്യങ്ങളൊക്കെ ലോകത്തിന് മുന്നിൽ ഉറക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വനിതയുണ്ട്, ജൂലി ഇൻമാൻ ഗ്രാന്റ്. ഓസ്ട്രേലിയയുടെ ഇ സേഫ്റ്റി കമ്മീഷണർ ജൂലി ഇൻമാൻ ഗ്രാന്റ് ആരാണ്? ഓസ്ട്രേലിയയുടെ ഇ സേഫ്റ്റി കമ്മീഷണർ എന്ന നിലയിൽ സോഷ്യൽ മീഡിയ നിരോധനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ശക്തമായ നീക്കങ്ങൾ ഇപ്പോൾ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ സോഷ്യൽ മീഡിയ നിരോധനം പ്രാബല്യത്തിൽ വരുമ്പോൾ ജൂലിക്ക് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങൾ ചെറുതല്ല. ഒരു മുൻ ടെക് വിദഗ്ധ എന്ന നിലയിൽ ജൂലി ഇൻമാൻ ഗ്രാന്റിന് ടെക് ലോകത്തിന്റെ എല്ലാ തന്ത്രങ്ങളും അറിയാം. കമ്മീഷണർ ആകുന്നതിന് മുൻപ് 7 വർഷത്തോളം അവർ മൈക്രോസോഫ്റ്റിന്റെ ഓസ്ട്രേലിയൻ ഓപ്പറേഷൻസിൽ ലീഡർഷിപ്പ് റോളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സേഫ്റ്റി പോളിസി ആയിരുന്നു അവരുടെ പ്രധാന ജോലി. അതിനു മുൻപ് ട്വിറ്ററിൽ, ഇപ്പോഴത്തെ എക്സിന്റെ ഏഷ്യ പസഫിക് മേഖലയിലെ പൊതുനയങ്ങളുടെ പബ്ലിക് പോളിസിയിലെ തലപ്പത്ത് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. 2017 അവർ ഓസ്ട്രേലിയയുടെ ഇ സേഫ്റ്റി കമ്മീഷണർ എന്ന ഫെഡറൽ സ്ഥാനത്തേക്ക് എത്തുന്നത്. ലോകത്തിൽ തന്നെ ഇത്തരം ഒരു ഗവൺമെന്റ് റോള് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് ഓസ്ട്രേലിയയിലാണ്. അതുകൊണ്ട് തന്നെ ടെക് കമ്പനികളുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് അവർക്ക് ആഴത്തിലുള്ള വ്യക്തമായ അറിവുണ്ട്. അവരുടെ തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. കമ്മീഷണർ പദവിയിലെത്തിയ ശേഷം അവർ നടത്തിയ അന്വേഷണങ്ങൾ വൻകിട ടെക് കമ്പനികളുടെ ഉള്ളിലുള്ള വൃത്തികേടുകൾ പുറത്തു കൊണ്ടുവന്നു. കുട്ടികളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള പൊതുജനാരോഗ്യ വിഷയങ്ങളിൽ ഈ കമ്പനികൾ കാണിക്കുന്ന അവഗണന ജൂലിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കണ്ടന്റിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനേക്കാൾ ആഡ് റവന്യൂ വർദ്ധിപ്പിക്കുന്നതിൽ മാത്രമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് ജൂലി തുറന്നടിച്ചു. ഹാംഫുൾ കണ്ടന്റ്സ് നിയന്ത്രിക്കാൻ പരിമിതമായ ഉദ്യോഗസ്ഥരെ മാത്രം നിയോഗിച്ച് ലോകത്തെ കബളിപ്പിക്കുകയായിരുന്നു അവർ എന്നും ജൂലി വ്യക്തമാക്കി. ജൂലി ഇൻമാൻ ഗ്രാന്റ് ഈ രഹസ്യങ്ങൾ തുറന്നു കാട്ടിയതോടെയാണ് ഓസ്ട്രേലിയയിൽ നിയമനിർമ്മാണങ്ങൾ കൂടുതൽ ശക്തമായത്. ഓസ്ട്രേലിയയുടെ ഇലക്ട്രോണിക് സുരക്ഷാ നിയമങ്ങൾ, ഇ സേഫ്റ്റി ലോസ്, ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും മികച്ചവയാണ്, ഏറ്റവും ശക്തമായവയുമാണ്. സമൂഹത്തിന് ദോഷകരമായ ഉള്ളടക്കങ്ങൾ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ കമ്മീഷണർക്ക് നിയമപരമായ അധികാരം നൽകുന്നതാണ് ഈ നിയമങ്ങൾ. ഏറ്റവും ഒടുവിൽ ഒരു ഭീകരാക്രമണത്തിന്റെ ഗ്രാഫിക് ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എക്സ് പോലുള്ള കമ്പനികൾക്കെതിരെ ഫെഡറൽ കോടതിയിൽ ജൂലി കേസ് കൊടുത്തതോടെയാണ് കാര്യങ്ങൾ വഷളായത്. ജൂലിയുടെ ഈ നീക്കം ടെക് ഭീമന്മാർക്ക് ഒട്ടും ഇഷ്ടമായില്ല. എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇതിനെ ശക്തമായി എതിർത്തു. ഒരു രാജ്യത്തിന് ലോകത്തിന്റെ മുഴുവൻ ഉള്ളടക്കത്തെയും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നും ഇത് സംസാര സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നുവെന്നും അവർ വാദിച്ചു. ഈ കമ്പനികളും അവരെ പിന്തുണയ്ക്കുന്നവരും ചേർന്ന് ജൂലിക്കെതിരെ ശക്തമായ സമ്മർദ്ദ തന്ത്രങ്ങൾ അഴിച്ചുവിടുകയാണ്. അവരുടെ വ്യക്തിപരമായ സുരക്ഷയെ പോലും അത് ബാധിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ജൂലി ഇൻമാൻ ഗ്രാന്റ് ഈ നിയമപരമായ പോരാട്ടം നടത്തുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്: ഓസ്ട്രേലിയൻ പൗരന്മാർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, ഒരു സുരക്ഷിതമായ ഓൺലൈൻ അന്തരീക്ഷം ഒരുക്കുക. ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽസ്, സൈബർ ബുള്ളിയിങ് പോലുള്ള വിഷയങ്ങളിൽ അവർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. സോഷ്യൽ മീഡിയ കമ്പനികളുടെ പോളിസികൾ പലപ്പോഴും ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ് എന്നും സുരക്ഷയ്ക്ക് അവർ പ്രാധാന്യം നൽകുന്നില്ല എന്നും ജൂലി തുറന്നടിക്കുന്നു. ജൂലി ഇൻമാൻ ഗ്രാന്റ് എടുക്കുന്ന ഈ തീരുമാനം ഓസ്ട്രേലിയയ്ക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സർക്കാരുകൾക്ക് സോഷ്യൽ മീഡിയ റെഗുലേഷനുകളുടെ കാര്യത്തിൽ ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും ഈ ഒരു പോരാട്ടം വെറും പ്ലാറ്റ്ഫോമിനോടോ ഉള്ളടക്കത്തോടോ മാത്രമല്ല, ഇത് പൗരന്മാരുടെ സുരക്ഷ വേഴ്സസ് കോർപ്പറേറ്റ് ലാഭം എന്ന വലിയ തത്വങ്ങളുടെ പോരാട്ടമാണ് ശരിക്കും. ഓസ്ട്രേലിയ നടത്തുന്ന ഈ ഇടപെടൽ യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യയിലും സോഷ്യൽ മീഡിയ റെഗുലേഷന്റെ അടിത്തറ മാറ്റി എഴുതുമെന്ന് ഉറപ്പാണ്. ജൂലിയുടെ ഉറച്ച നിലപാടും അവർ ഭയപ്പെടാതെ മുന്നോട്ട് പോകുന്നതും തന്നെയാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം. ജൂലി ഇൻമാൻ ഗ്രാന്റ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ഒരു പ്രതിരോധ മതിലാണ്. ടെക് ഭീമന്മാർക്ക് അവരുടെ ഡൊമിനൻസ് ഇനി ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ഓസ്ട്രേലിയ തെളിയിച്ചിരിക്കുന്നു. ഓൺലൈൻ ലോകത്തെ സുരക്ഷിതമാക്കാൻ ഒരു ഗവൺമെന്റ് ഏജൻസിക്ക് സാധിക്കുമോ എന്ന ചോദ്യത്തിന് ധൈര്യപൂർവ്വം യെസ് എന്ന ഉത്തരം നൽകുകയാണ് ജൂലി. എങ്കിലും ഈ പോരാട്ടം അവസാനിച്ചിട്ടില്ല. കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ ജൂലിയും ഓസ്ട്രേലിയൻ നിയമവും ടെക് ഭീമന്മാരുടെ വലിയ വെല്ലുവിളികൾ നേരിടുകയായിരിക്കും. ഈ ഡിജിറ്റൽ യുദ്ധത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.